സർവാധിപതിയും സർവശക്തനും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനുമായ സർവേശ്വര, ഈ അനുഗ്രഹമായ പ്രഭാതത്തിൽ നിന്റെ അടിയാരും ദാസരുമായ നിന്റെ മക്കൾ അങ്ങയുടെ തൃപ്പാദത്തിങ്കിൽ അടുത്തുവന്ന് നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കുന്നു. ഇസ്രായേൽ മക്കളെ അടിമത്ത വീടായ മിസ്രൈമിൽ നിന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇരുന്ന് വഴി നടത്തി വാഗ്ദത്തനാട്ടിൽ എത്തിച്ചവനായ സ്വർഗീയ പിതാവേ, പ്രശ്നയും പ്രയാസങ്ങളുടെയും മധ്യേ പതറിപ്പോകാതെ നിന്റെ മുമ്പിൽ നിന്നോടൊപ്പം ചേർന്ന് നിനക്ക് ഹിതകരമായ ജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഈ പ്രഭാതകാലത്ത് ഞങ്ങൾ 11-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. പീഡിതന്റെ പ്രാർത്ഥനയെന്നും രാഷ്ട്രീയ വിപത്തിൽ ജനപ്രതി കഴിക്കുന്ന വിലാപമെന്നും വിവരിക്കാറുള്ള വിശ്വാസ ഗീതം അനേകരെ ധൈര്യപ്പെടുത്തിയുള്ള അമൂല്യവും ആധ്യാത്മികവുമായ കാവ്യശില്പമാണ്. ശത്രുക്കളിൽ നിന്ന് മലകളിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ സ്നേഹിതന്മാർ ഉപദേശിക്കുമ്പോൾ യഹോവ നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് അവൻ നീതിമാനെ രക്ഷിക്കുമെന്ന് മറുപടി പറയുന്നു. തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ദാവീദ് ശൗൽ രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ എഴുതിയതായിരിക്കണം. അവൻ പെട്ടെന്ന് സമ്പാദിച്ച ജനസ്വാധീനവും ഉന്നത സ്ഥാനവും പലരുടെയും അസൂയയ്ക്കും ശത്രുതയ്ക്കും കാരണമാക്കി. ശൗലിന്റെ അസൂയ ആ ശത്രുതയ്ക്ക് ആക്കം കൂട്ടി. എന്നാൽ ഉത്തരവാദിത്വങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭീരുവായി ഒളിച്ചോടുന്നതിന് അവന്റെ ദൈവവിശ്വാസം അവനെ അനുവദിക്കുന്നില്ല. 55-ാം സങ്കീർത്തനത്തിലും എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പരിസ്ഥിതികളുടെ വൈഷമ്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ പലപ്പോഴും കൃത്യവിലോപം വരുത്തി സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ നിന്ന് പിന്മാറുവാൻ പരീക്ഷിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആലോചനയായി വന്ന പത്രോസിനെ കർത്താവ് സാത്താനെ പുറകിൽ പോ എന്ന് ആട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സോക്രട്ടീസിന്റെ സ്നേഹിതന്മാരും അദ്ദേഹത്തോട് ഒളിച്ചോടുന്നതിന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് കഴിയുമായിരുന്നിട്ടും പൊതു നിയമത്തെ മാനിച്ച് അദ്ദേഹം അതിനെ നേരിടുവാൻ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്യുന്ന വെള്ളി പോലെ ആക്കി തീർക്കുന്നതിന് ഇടയാക്കും എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. നമ്മുടെ വിശ്വാസത്തിലുള്ള ദാർഢ്യം ഇയ്യോബിനെ പരീക്ഷിക്കുന്നതായ സാത്താൻ അവന്റെ മുമ്പാകെ തോൽക്കുന്നത് പോലെ അവസാനം ഇയ്യോബ് പറയുന്നത് നാം ഓർത്തിരിക്കേണ്ട അത്യാവശ്യമാണ്. ദൈവത്തോട് പറയുന്ന ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു പറയുന്ന പോലെ പറയുന്നു, യഹോവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ നിന്നെ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു എന്ന് ഇയ്യോബിനെ പോലെ നമുക്കും പറയുവാൻ കഴിയണം. നമ്മുടെ ദൈവം നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിശ്വസ്തത തെളിയിക്കുന്നതിന് അവസരം തരുമ്പോൾ അല്ലെങ്കിൽ തെളിയിച്ച് മനോഹരമായ ഒരു ജീവിതം കഴിയണം. ദൈവമാവുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രകാശം നേടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പറഞ്ഞാൽ വാക്കിയൊരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.